കഴിഞ്ഞ ക്ലാസ്സായ മൊഡ്യൂൾ 10-ൽ ചുരിദാറിൻ്റെ തിയറിയും പ്രാക്ടിക്കലും പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മൾ കട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നോർമൽ മെഷർമെൻറ്റ്സിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അബ്നോർമൽ മെഷർമെൻറ്റ്സിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊന്ന് ടക്സ് അഥവാ ഡാർട്ട് എങ്ങനെയാണ് ചുരിദാറിൽ അടയാളപ്പെടുത്തേണ്ടതെന്നതും ടക്സ് ഇടുമ്പോൾ ഡ്രസ്സിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നതും വിശദമാക്കുന്നുണ്ട്. ഇത്രയും ആവുമ്പോൾ തന്നെ ചുരിദാർ കട്ടിങ്ങിന്റെ 90% ആയി കഴിഞ്ഞു. ബാക്കി 10% നെക്ക് കട്ട് ചെയ്യേണ്ട വിധം മാത്രമാണ് നമ്മൾ ഇനി പഠിക്കുവാനുള്ളത്. സ്പീഡിൽ ക്ലാസ് എടുക്കാതെ വിശദമായി മനസ്സിലാക്കി പോകുമ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കും സ്റ്റിച്ചിങ് അറിയാമായിരുന്നിട്ടും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാത്തവർക്കും ഫാഷൻ ഡിസൈനിങ്ങിന്റെ കൃത്യമായ റൂട്ടിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. മാത്രവുമല്ല നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കുവാനും ആവർത്തിച്ച് പഠിക്കുവാനും സമയം കിട്ടുന്നത് കൊണ്ട് കറക്ഷൻസ് വരാതിരിക്കുവാനും കൂടി വേണ്ടിയാണ് ഓരോ പാർട്ടായി മൊഡ്യൂൾസുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാം. ഓർഡിനറി ചുരിദാർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ബേസ് മോഡൽ ആയതിനാൽ ഓർഡിനറി സ്ലീവാണ് ഇതിൽ കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ ഭാഗത്ത് നിന്നാണ് ടോപ്പിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ലൈനിങ് ആദ്യം എടുത്ത് മാറ്റുക. ഇത് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ ശ്രദ്ധിക്കുവാനുള്ള മറ്റൊരു കാര്യം, ഇത് സ്ട്രൈപ്സ് ആയതിനാൽ സ്ലീവിലും ബോഡിയിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ സ്ട്രൈപ്സ് നീളത്തിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെർട്ടിക്കലായി വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്നതിനായി നമ്മുടെ ഫാബ്രിക് നീളത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. ഒരിക്കലും സ്ട്രൈപ്സ് വട്ടത്തിൽ എടുക്കരുത്, അതായത് തുണി വട്ടത്തിൽ എടുക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സും കൺസ്ട്രക്ഷനും ഡ്രോയിങ്സും എല്ലാം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വെട്ടേണ്ടതെന്ന് നോക്കാം. സ്ലീവ് വെട്ടേണ്ടതിന്റെ ആദ്യത്തെ പോയിന്റ്, നീളത്തിൽ മടക്കിയ തുണിയെ രണ്ടായി എടുക്കുക. നീളത്തിൽ മടക്കിയ തുണിയെ രണ്ടായി എടുക്കുക എന്ന് പറയുന്നത് ഇതാണ് തേരുവശമായിട്ട് കിടക്കുന്നത്. ഇത് മുകളിൽ നിന്ന് താഴേക്ക് നീളമാണ്. ഇവിടെ നമ്മുടെ കട്ടിംഗ് പീസിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നോർമൽ മെഷർമെന്റ്സിനുള്ളിൽ നിൽക്കുന്നതിനാൽ ഇതിൽ തന്നെ വണ്ണവും അലവൻസും എല്ലാം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം തികഞ്ഞില്ല എങ്കിലാണ് വീതി കൂടിയ ഈ ഭാഗത്തേക്ക് വരേണ്ടത്. കാരണം നമ്മൾ ഒരിക്കലും ക്ലോത്ത് വേസ്റ്റ് ചെയ്ത് കളയാൻ പാടുള്ളതല്ല. ആവശ്യമില്ലെങ്കിൽ കൂടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിനനുയോജ്യമായ വേറെ ക്ലോത്ത് കിട്ടുമ്പോൾ നെക്കിന്റെ പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് മാക്സിമം ക്ലോത്ത് വേസ്റ്റ് ചെയ്യാതെ ശീലിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് തന്നെ വരാം. ഇത്രയും ഭാഗം ഇത് 2 ലെയറായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് നീളത്തിൽ മടക്കിയ തുണിയെ രണ്ടായി എടുക്കുക എന്നാണ്. അതായത് ഇതുപോലുള്ള ഒരു തുണിയാണ് ഉള്ളതെങ്കിൽ അതിനെ ഇങ്ങനെ രണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 2 കൈയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് രണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പോ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2 വീതിയിലുള്ള ഒരേപോലുള്ള തുണിയാണെങ്കിൽ മുകളിലുള്ള ഈ ഭാഗം നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇതിപ്പോ 2 എണ്ണം ഉണ്ട്. ഇതിനെ വീണ്ടും നമ്മൾ മടക്കും, വീതിയിലേക്ക് മടക്കും. അപ്പോൾ വീതിയിലേക്ക് മടക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നീളമായും ഈ ഭാഗത്ത് വണ്ണം പ്ലസ് അലവൻസായും ഒക്കെ കിട്ടുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മുകളിലേക്ക് ആവശ്യമെങ്കിൽ പോവുക. ഇതിനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവശമുള്ള ലൈനിങ്ങിൽ വരച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരുമിച്ചിട്ടോ അല്ലെങ്കിൽ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഈ ക്ലോത്തിലേക്ക് വെച്ചോ കട്ട് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിലാണ് വരച്ച് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഇതിൽ തലവകയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൈനിങ്ങിൽ വരച്ച് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വരച്ചതിന് ശേഷം ഈ ഫാബ്രിക്കിനെ നീളത്തിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം വരച്ച പീസിനെ ഇതിന്റെ മുകളിലേക്കിട്ട് വരച്ചിട്ടോ ഒരുമിച്ച് കട്ട് ചെയ്തിട്ടോ എടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ലൈനിങ്ങിൽ വരയ്ക്കാം. ആദ്യത്തെ പോയിന്റ്, നീളത്തിൽ മടക്കിയ തുണിയെ രണ്ടായി എടുക്കുക. അത് ഇതിൽ 2 പീസ് ഉണ്ട്. അതായത് ഇവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 പീസിനെ മടക്കിയതായിട്ടാണ് ലൈനിങ്ങിൽ എടുത്തിരിക്കുന്നത്. അതായത് 4 ഭാഗമാണ് ഈ കിടക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
സാധാരണ നീളത്തിലുള്ള തുണിയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും മടക്കുന്നത്. ഇത് ലൈനിങ് വട്ടമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം നീളത്തിലാണ് ലൈനിങ് ഉള്ളതെങ്കിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കുക. അപ്പൊ 2 ഫോൾഡ് ഈ ഭാഗത്തായിട്ട് വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ കൈനീളം വരുന്ന ഭാഗമാണ്. കൈയുടെ സെന്ററിൽ നീളത്തിൽ വരുന്ന ഭാഗം ഇതാണ്. അതുപോലെ ഈ ഭാഗത്തേക്ക് വണ്ണമാണ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് കൈനീളവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ണവുമാണ് വരുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് കൈനീളം പ്ലസ് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴെ നിന്ന് എന്ന് പറയുന്നത് ഇതാണ്. ഇടതുഭാഗത്ത് എപ്പോഴും മുകൾ വശമായിരിക്കും എന്നുള്ളത് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായി പറയുന്നതാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തിരിച്ചിട്ടല്ല. ഇതാണ് അടിഭാഗം, ഇതാണ് മുകൾ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് കൈനീളം എത്രയാണോ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക എന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്ന ചുരിദാറിന്റെ ആവശ്യമുള്ള കൈനീളം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഈ 5 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക എന്നാണ് പറയുന്നത്. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് താഴെ ഹെമ്മിങ് ആണ് ആവശ്യമെങ്കിൽ ഈ 1 ഇഞ്ച് എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ടാവും. നമ്മുടെ തിയറിയിൽ അത് വ്യക്തമായിട്ട് ഡ്രോയിങ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മടക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഈ ഷേപ്പിൽ വന്നിരിക്കുന്നതായി കാണാൻ പറ്റുന്നതാണ്. അത് ഈ പറയുന്ന രീതിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ എത്രയാണോ ഹെമ്മിങ്ങിന് വീതി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് കൈനീളം പ്ലസ് 1/2 ഇഞ്ച് മതിയാവും. കൈനീളം 5 ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, താഴെ ഹെമ്മിങ് ആയതിനാൽ ആവശ്യത്തിന് മടക്കി വെച്ചതിന് ശേഷമാണ് കൈനീളം എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്ത് ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള കൈനീളം 5 ആണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, കൈനീളത്തിന്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടുക എന്നാണ് നമ്മളിപ്പോൾ വായിച്ച പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 1/2 ഇഞ്ച് താഴെ ലൈനിങ് നല്ല തുണിയുമായി ചേർത്ത് ജോയിൻ ചെയ്യുവാനും 1/2 ഇഞ്ച് ഷോൾഡറിൽ സ്ലീവ് ജോയിൻ ചെയ്യാനുമുള്ള അലവൻസ് ആണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയും പോയി കഴിഞ്ഞാൽ വീണ്ടും 5 ഇഞ്ച് മാത്രമായിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും കഴിഞ്ഞതിന് ശേഷം ബാക്കി ഈ 2 ഭാഗത്തും 1/2 ഇഞ്ച് വീതമുള്ള സ്റ്റിച്ചിങ് അലവൻസ് ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ 1 ഇഞ്ച് എടുക്കുമ്പോൾ മറ്റൊരു വ്യത്യാസം കൂടി വരാനുള്ളത്, ഇവിടെ നമുക്ക് എന്തായാലും 1/2 ഇഞ്ച് തന്നെ സ്റ്റിച്ചിങ് അലവൻസ് ആവശ്യമുണ്ട്. ഷോൾഡറിലേക്കും ബോഡിയിലേക്കും ചേർത്തടിക്കുന്നതിന് 1/2 ഇഞ്ച് തന്നെ ആവശ്യമുണ്ട്. ബാക്കിയുള്ള 1/2 ഇഞ്ച് 1 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് ഇവിടെ പോയതിനു ശേഷം ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു 1/4 ഇഞ്ച് കൂടി മടക്കിയിട്ടായിരിക്കും നമ്മൾ മുകളിലും താഴെയുമോ അല്ലെങ്കിൽ മുകളിൽ മാത്രമോ അടിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും 1 ഇഞ്ച് തന്നെ ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ലീവ് ലെങ്ത്തിന്റെ കൂടെ ഏതെല്ലാം രീതിയിൽ എടുക്കുമ്പോൾ എങ്ങനെയെല്ലാമാണ് സ്റ്റിച്ചിങ് അലവൻസ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അളവുകളിലേക്ക് പോകാം. ഇവിടെ താഴെ ഹെമ്മിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അത്രയും ഭാഗം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അവിടെ നിന്ന് നേരെ ടേപ്പ് വെച്ച് ആം ഹോൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് കൈവണ്ണമായി അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ആദ്യം അടയാളപ്പെടുത്തിയ സ്ലീവ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് എന്നുള്ളത് ഞാനിവിടെ മടക്കി വെച്ചതിന് ശേഷം സ്ലീവ് ലെങ്ത് പ്ലസ് സ്റ്റിച്ചിങ് അലവൻസ് ആയ 1/2 ഇഞ്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ടേപ്പ് വെച്ച് ആം ഹോൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് കൈവണ്ണമായി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ മെഷർ ചെയ്ത കൂട്ടത്തിൽ സ്ലീവിന്റെ വണ്ണം എടുത്തിരുന്നില്ല. സ്ലീവ് റൗണ്ട് താഴെയുള്ള വണ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് എളുപ്പവഴിയിൽ മെഷർ ചെയ്യാനുള്ള ഒരു മാർഗമാണിത്. നിങ്ങൾ എടുത്തിരിക്കുന്ന ആം ഹോൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് കൈവണ്ണമായി അടയാളപ്പെടുത്തുക. ആം ഹോൾ ലെങ്ത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 6 ആണ്. 6 പ്ലസ് 1 ആണ് ഞാനിവിടെ കൈവണ്ണമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഇത് കൈനീളമാണെങ്കിൽ ഇത് വണ്ണമാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ആം ഹോൾ ലെങ്ത് പ്ലസ് 1 ഇഞ്ച് കൈവണ്ണമായിട്ട് എടുക്കുന്നത്.
ഇത് നോർമൽ മെഷർമെന്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കൈവശമുള്ളത് അബ്നോർമൽ മെഷർമെന്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് ആം ഹോൾ ലെങ്ത് പ്ലസ് 1 എന്നുള്ളത് ചിലപ്പോൾ 7 പകരം 8 ആയിരിക്കാം. അതിനനുസരിച്ച് ഇവിടെ ഫാബ്രിക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ 6 + 1 7, അതായത് നമ്മൾ ബോഡിയിൽ കൈക്കുഴി വരയ്ക്കുവാനായിട്ട് ഷോൾഡറിന് താഴേക്ക് അടയാളപ്പെടുത്തിയ അതേ അളവ് തന്നെയാണ് ഈ ഭാഗത്തും കൈവണ്ണമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് സ്ലീവിന്റെ വണ്ണം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അബ്നോർമൽ മെഷർമെന്റ്സിൽ ഇനി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആകെ എടുത്തിരിക്കുന്ന അളവുകൾ സ്ലീവ് ലെങ്ത് പ്ലസ് നിങ്ങൾ ഏത് രീതിയിലാണോ മടക്കിയിരിക്കുന്നത്, ഹെമ്മിങ്ങിനാണെങ്കിൽ ഇവിടെ മടക്കി വെച്ചതിന് ശേഷം കൈനീളത്തിനോടുകൂടി അരേഞ്ച് കൂട്ടണം. അല്ല ഇനി ഇവിടെയുള്ള സ്റ്റിച്ചിങ് ലൂസ് കൂടാതെ ഇവിടെ മടക്കി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാലിഞ്ച് മടക്കിയതിനു ശേഷം വീണ്ടും ഒന്ന് കാലിഞ്ച് മടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും ആവശ്യമായി വരുന്നത് അരേഞ്ച് തന്നെയാണ്. അതും ഇതും കൂടി ചേർത്ത് 1 ഇഞ്ച് തന്നെയാവുക. അതല്ല ലൈനിങ്ങിലും അരേഞ്ച് അടിച്ചു കളഞ്ഞു, ഇവിടെയും അരേഞ്ച് അടിച്ചു കളയാനാണെങ്കിലും 1 ഇഞ്ച് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം കൈനീളം പ്ലസ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈവണ്ണം എന്ന് പറയുന്നത് HL + 1 ബോഡിയിൽ അടയാളപ്പെടുത്തിയ അതേപോലെ തന്നെ HL എന്ന് പറയുന്നത് ആം ഹോൾ ലെങ്ത് ആണ്. അത് 1 ഇഞ്ച് കൂടി ചേർത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അതിനടുത്തായി 1.5 ഇഞ്ച് കൂടി അലവൻസിനായി മാർക്ക് ചെയ്യുക. ഇത് ബോഡി കട്ട് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിന്റെ 4 അടയാളപ്പെടുത്തിയതിനു ശേഷം തൊട്ടടുത്തായി 1.5 ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ആവശ്യമായി വരുന്നത്. ഇത് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് HL + 1 അടയാളപ്പെടുത്തി, അതിനടുത്തായി 1.5 ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് ഈ 2 പോയിന്റുകളിൽ നിന്നും താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 2 പോയിന്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടുമാണ്. ഇതിൽ നിന്നും താഴേക്ക് 3.5 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. രണ്ടിൽ നിന്നും ഒരേപോലെ തന്നെ ആയിരിക്കും വരുന്നത്, കാരണം ഇതെല്ലാം ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 3.5 എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, ആർക്കും മാറ്റമില്ല. ചെറിയ അളവുകളായാലും വലിയ അളവുകളായാലും എല്ലാം, അതായത് 33ൽ താഴെയല്ല ഉദ്ദേശിക്കുന്നത്. അബ്നോർമൽ സൈസിലേക്ക് പോകുന്തോറും 34 മുതൽ, അതായത് നോർമൽ മെഷർമെന്റ്സ് മുതൽ മുകളിലേക്ക് പോകുന്ന ഓരോ മെഷർമെന്റ്സിനും ഈ 3.5 എന്ന് പറയുന്നത് പെർമനന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സ്ലീവ് വരയ്ക്കുന്നതിന്. എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് 3.5 അടയാളപ്പെടുത്താം. ഈ 3.5 പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് 7 കിട്ടിയത് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഡാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനടുത്തായി വീണ്ടും മുകളിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. ഇത്രയും ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മെഷർമെന്റ് ആണ് ഈ കൈവണ്ണം എന്ന് പറയുന്ന HL + 1. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ പോയിന്റ്. ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത്. അപ്പോൾ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് ബോഡിയിൽ 4 പോയിന്റുകൾ പ്രധാനപ്പെട്ടത് അടയാളപ്പെടുത്തിയതും അത് സൈഡിൽ ചരിച്ചൊരു വര കിട്ടിയതിനടുത്തായിട്ടാണ് എല്ലാ പോയിന്റുകളും വന്നിരിക്കുന്നത്. അപ്പോൾ ചില പോയിന്റ്സ് എന്തിനെയെങ്കിലുമൊക്കെ കേന്ദ്ര ബിന്ദുവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെ ബേസ് ചെയ്താണ് ഇത്രയും വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനോടും ഓരോന്ന് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടി കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തിയ മുകളിലെ പോയിന്റിൽ നിന്ന് 3.5 ഷേപ്പിൽ വരയ്ക്കുക. അതായത് 3.5 എന്ന് പറയുന്നത് ഇതാണ് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തിയ പോയിന്റ്. ഇതിൽ നിന്ന് ഇതിലേക്ക് ഷേപ്പിൽ വരയ്ക്കുക. നമുക്കറിയാം സ്ലീവിന്റെ ഷേപ്പ് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി ഈ 2 പോയിന്റുകളും ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഇതിനെ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിനെ എടുത്തിട്ട് വേണം ഇതെടുക്കാനെന്നുള്ളത് കൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. വരച്ചു വരുമ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് മാത്രം. ആദ്യം ചെയ്യേണ്ടത് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി ഈ പോയിന്റിൽ നിന്ന് 3.5ലേക്ക് കൈ ഷേപ്പിൽ വരയ്ക്കുക. അത് നമുക്ക് വരയ്ക്കാം. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് യൂസ് ചെയ്യാം. അതായത് ഏകദേശം ഒരു 2 ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്യുക. ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇത്രയും ഭാഗം ഏതാണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനുശേഷം പതുക്കെ ഇതിലേക്ക് സ്ലീവ് വരിക.
ഇത്രയേ ഉള്ളൂ സ്ലീവ് വരയ്ക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിലേക്ക് മുട്ടുന്നില്ല, ഏകദേശം ആ ഒരു ഷേപ്പിൽ ഇതുപോലെ അതിനടുത്തുകൂടെ ഇങ്ങനെ വന്നതിന് ശേഷം പതുക്കെ താഴേക്ക് ഇറങ്ങി 3.5 ലക്ഷ്യം വെച്ച് പോവുക. ഇത്രയേ ഉള്ളൂ സ്ലീവ് വരയ്ക്കുന്നതിന്റെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഇത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ നമ്മുടെ AHL+1, ഇത് 1.5 ഇഞ്ച് ലൂസ്. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ആകെ ഇത് നമ്മുടെ തിയറിയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു, ഡാർക്ക് ചെയ്യരുത്. അതിനുശേഷം അതിലേക്ക് കടക്കാതെ അതിന് തൊട്ട് താഴെ വെച്ച് തന്നെ ചെറുതായിട്ട് താഴാൻ തുടങ്ങി. എന്നിട്ട് 3.5 ലക്ഷ്യം വെച്ച് നമ്മൾ ഈ 2 പോയിന്റുകളിലേക്കും കയറി വളരെ ഈസി ആയിട്ട് സ്ലീവ് വരയ്ക്കാനൊരു മെത്തേഡാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. സൈഡിൽ 3/4 ഇഞ്ച് ചരിച്ച് ഷേപ്പ് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. അതായത് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ സ്ലീവ് ലെങ്ത്തിന്റെ ഭാഗം, ഇത് നമ്മുടെ കൈയുടെ അടിഭാഗത്ത് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇതാണ് സ്ലീവിന്റെ അറ്റമായിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു 3/4 ഇഞ്ച്, അതായത് 3/4 ഇഞ്ച് എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുവാനാണെങ്കിൽ ഇതാണ് ഇതിന്റെ സ്ട്രെയിറ്റ്. ആ ഭാഗത്ത് ഒരു ചെറിയ പോയിന്റ് ഇടുക, എന്നിട്ട് 3/4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഷേപ്പ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ സ്ലീവിന്റെ വര എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ഇത് നോർമൽ മെഷർമെന്റ്സിൽ വരുന്നതാണ്. ഇനി അബ്നോർമൽ മെഷർമെന്റ്സിൽ വരുന്ന ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് AHL+1 എന്നുള്ളത് എന്ത് തന്നെ ആയിരുന്നാലും അബ്നോർമൽ മെഷർമെന്റ്സിൽ അല്പം കൂടി കൂടുതലുണ്ടാകാം. ചിലപ്പോൾ 1 1.5 ഇഞ്ച് വരെ 7 എന്നുള്ളതിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള നോർമൽ മെഷർമെന്റ്സിനേക്കാൾ കൂടുതലുണ്ടാകും. ഉറപ്പായിട്ടും അത് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതിനടുത്തായി 1.5 ഇഞ്ച് നമ്മൾ എന്തായാലും നമ്മുടെ തിയറി അനുസരിച്ച് അടയാളപ്പെടുത്തും. മറ്റൊന്ന് ബോഡിയിലേക്ക് ചിലപ്പോൾ ഒരു 50 ഇഞ്ച് വണ്ണമുള്ള ഒരാളാണെങ്കിൽ AHL ഒരുപാടൊന്നും അതിനനുസരിച്ച് ഇറങ്ങി വരില്ല. മാക്സിമം 7.5 അല്ലെങ്കിൽ 8 ആയിരിക്കും. അപ്പോൾ അവർക്ക് സ്ലീവ് എത്തിക്കുവാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യേണ്ട ചെറിയൊരു ടിപ്പാണ്, നമ്മളിവിടെ സ്ലീവ് വണ്ണമായിട്ട് എടുത്തിരിക്കുന്നത് AHL+1 ആണ്. അതുപോലെ തന്നെ വലിയ മെഷർമെന്റിൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ എടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് അലവൻസിനായി അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനടുത്തായി വീണ്ടും ഒരു 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. അതായത് ഇതേ ലെവലിൽ തന്നെ 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ വര ഇതിലേക്ക് മുട്ടിച്ചു കൊടുക്കുക. ഇത് ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് മാറരുത്, ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുക. പക്ഷേ ഈ വര മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഈ ചരിവ് ഇവിടെ നിന്നായിരിക്കണം ഇങ്ങനെ വരുന്നത്. അത്രേ ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരിക്കലും കൈ എത്താതെയോ തികയാതെയോ വരില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ തിയറി ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കൃത്യമായും അളവുകൾ കൈകാര്യം ഈ പറയുന്നത് പോലെ ചെയ്യുവാനാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ മെഷർമെന്റ് ആണെങ്കിലും AHL ഒക്കെ അളന്നെടുക്കുന്ന രീതികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നേരത്തെ. അതനുസരിച്ച് അളവുകൾ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അളവുകളേക്കാൾ 1 ഇഞ്ച് കൂടി ചേർത്ത് അങ്ങോട്ട് മാറ്റി എടുത്തതിന് ശേഷം ഈ വരയെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചരിച്ചു വരയ്ക്കുന്നത് ഇപ്പുറത്തേക്കുമായാൽ ഉറപ്പായും നിങ്ങൾക്ക് സ്ലീവ് തികയാതെ വരുന്ന പ്രശ്നമുണ്ടാകില്ല. അതൊന്ന് ട്രൈ ചെയ്യുക. ആരുടെയെങ്കിലും കൈവശം അങ്ങനെയുള്ള അളവുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഈ ചരിച്ചു വരച്ചിരിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള ഫോൾഡോ അതുപോലെയുള്ള ജോയിന്റ് ചെയ്ത് അടിക്കേണ്ട ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഫോൾഡ് തെന്നിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ജോയിന്റ് ചെയ്ത് അടിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്ലീവിന്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ വെട്ടിയെടുക്കാം. വളവുകളിലൂടെ കൈയും കത്രികയുമാണ് വളഞ്ഞു പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തുണിയെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കരുത്. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പോയിന്റ് സെന്റർ അറിയാൻ വേണ്ടിയിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കുക. ഇപ്പൊ നമുക്ക് കൃത്യമായി ഈ ഭാഗം ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇത് സ്ലീവിന്റെ ലെങ്ത്, ഇതാണ് നമ്മുടെ തിയറിയിൽ വന്നിരിക്കുന്ന ആ വരയിൽ വന്നിരിക്കുന്ന
ഡ്രോയിങ്സിൽ വന്നിരിക്കുന്ന ഈ ഭാഗം, അതായത് മടക്കി വയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതിന് കട്ട് ചെയ്തതിനു ശേഷം നിവർത്തുമ്പോൾ ഈ ഷേപ്പാണ് നമ്മുടെ ഡ്രോയിങ്സിൽ വന്നിരിക്കുന്നത്. അത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഇനി നമുക്കിത് നല്ല തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കാരണവശാലും ഓപ്പൺ ആയിരിക്കുന്ന ഈ ഭാഗത്ത് ഇതിന്റെ ഫോൾഡ് കൊണ്ടൊന്നും വെക്കരുത്, തിരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇനി രണ്ട് ഭാഗവും ഈക്വൽ ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ പോയിന്റ് ചെയ്തിരിക്കുന്നതിന് ഇങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം ഈ കട്ട് ചെയ്തിരിക്കുന്നതിലൂടെ കൃത്യമായി കട്ട് ചെയ്യുക. ക്ലോത്ത് ഒട്ടും അനങ്ങാതെ കട്ട് ചെയ്യുക. ഇനി ഈ ഭാഗവും കൂടി കട്ട് ചെയ്യുക. ഇതുപോലെ ഇവിടെ ചെറിയ പോയിന്റ് നമ്മൾ കൊടുത്തിരുന്നു, അത് ഈ നല്ല തുണിയിലും കൂടി വരുത്തുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് പേടിയില്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളൊരു പ്രാക്ടീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അതിനുശേഷം സ്ലീവ് നിവർത്തിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മുൻകൈ കുഴിച്ചു വെട്ടുക. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ബോഡിയിൽ എത്രയാണോ നമ്മൾ കൈക്കുഴി കുഴിച്ചു വെട്ടിയിരിക്കുന്നത് അതേ അളവ് തന്നെ ഈ സ്ലീവിലും കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അകവും പുറവും ഉള്ള തുണിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഴിച്ച് ഇതിനെ പല രീതിയിലാക്കരുത്. എങ്ങനെയാണോ ഇതിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിവർത്തിയിടുക. എന്നിട്ട് വളരെ കൃത്യമായി അകത്ത് രണ്ടും തമ്മിൽ മുട്ടിയിരിക്കുന്നത് ഒന്നുകിൽ നല്ല വശം തന്നെയോ അല്ലെങ്കിൽ ചീത്തവശം തന്നെയോ ആണെന്ന് ഉറപ്പുവരുത്തുക. ഒരു നല്ല വശവും ഒരു ചീത്തവശവും അല്ല എന്ന് തീർത്തും ഉറപ്പാക്കേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ രണ്ടും ഒരു കൈയായിട്ട് തന്നെ വരും. അതായത് ഒരു കൈ മറിഞ്ഞായിരിക്കും വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന കൈ ഈ ഫോൾഡ് ഭാഗം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നിവർത്തുക. നിവർത്തുമ്പോൾ രണ്ട് കൈയായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗം രണ്ടും നല്ല വശം തന്നെയോ അല്ലെങ്കിൽ രണ്ടും ചീത്തവശം തന്നെയാണെന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു നല്ല ഭാഗവും ഒരു ചീത്ത ഭാഗവും കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും ഒരു കൈയായിട്ടാണ് വരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ അഴിച്ച് വേറെ ആക്കാനൊന്നും നിൽക്കരുത്. ഇങ്ങനെ ഇരിക്കുന്ന സ്ലീവിനെ, ലൈനിങ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന സ്ലീവിനെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിടുക. അതിനുശേഷം ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങും കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ പോയിന്റുകൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് കൃത്യമായി ആ പോയിന്റിൽ തന്നെ രണ്ടും ഒരുമിച്ച് ലൈനിങ്ങും നല്ല പീസും കൊണ്ടുവന്ന് വെക്കാൻ ശ്രദ്ധിച്ചതിന് ശേഷം ഈ ഭാഗവും ഒരുപോലെ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മുടെ 1.5 ഇഞ്ച് അലവൻസ് ഇട്ടിരിക്കുന്ന ഭാഗത്തൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബോഡി പീസിൽ കട്ട് ചെയ്ത സമയത്തും ഇങ്ങോട്ടേക്ക് കൈക്കുഴി കടന്നു വന്നിരുന്നില്ല. മുൻകൈ കുഴിച്ചു വെട്ടിയ സമയത്ത് കൈക്കുഴി കടന്നു വന്നിരുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ വെട്ടിയ സമയത്തും വളവിലാണ് കൂടുതൽ ഭാഗം, അതായത് 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിൽ കൂടുതൽ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായി മനസ്സിലാക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ വലുതായി ഇങ്ങനെ, കണ്ടില്ലേ, ഇവിടെ എത്തുന്നതിന് മുൻപ് തീർന്നിരിക്കുക. ഇങ്ങനെ വരയ്ക്കുക. അതായത് ഇവിടെ 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിലായിരിക്കണം, ഈ വളവ് ഭാഗത്തായിരിക്കണം നമ്മുടെ കൈക്കുഴി. ബോഡിയിൽ വെട്ടിയിരിക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കണം 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിൽ വരുന്നത്. ഈ രണ്ട് ഭാഗത്തും തുടങ്ങുന്നതും വലുതാവുന്നതും അതുപോലെ തീരുന്നതും ഈ രണ്ട് ഭാഗത്തും കുറവാണ്. ഇവിടെയാണ് കൂടുതലായിട്ടുള്ളത്. ഇത് നന്നായി മനസ്സിലാക്കിയെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോഴും കട്ടിംഗ് ഒക്കെ ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കണം. ഒരു കാരണവശാലും പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതായിട്ടോ റീസ്റ്റാർട്ട് ആവുന്നതായിട്ടോ വരാൻ പാടുള്ളതല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേരുന്നതാണ്. അപ്പം നമ്മൾ മുൻകൈ കുഴിച്ച് വെട്ടിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇനി ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ടക്ക് അഥവാ ഡാർട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം.
ടക്ക് ഇടുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. ബാക്കിൽ ചുളിവുകളില്ലാതെ ഷേപ്പിൽ ഇരിക്കുവാനും ഭംഗി തോന്നിക്കുവാനും വേണ്ടിയിട്ടാണ്, കംഫർട്ടബിൾ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. എത്ര വണ്ണം തോന്നിക്കുന്നവരാണെങ്കിലും ബാക്കിൽ ടക്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലും ടക്ക് തയ്ക്കാൻ ഇരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലും ടക്ക് വരയ്ക്കുന്നത്. ഇതിനായി ആദ്യം ബാക്ക് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബാക്കിലോ ഫ്രണ്ടിലോ ഇതുപോലെ ഒന്ന് എഴുതിയിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി നമുക്കിതിൽ നിന്ന് നല്ല പീസിനെ മാറ്റാം. ലൈനിങ് പീസ് മാത്രം മതിയാവും. അത് ആദ്യം എടുക്കാം. ഇനി നമുക്ക് ടക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ ഫോൾഡ് വശത്ത് നിന്ന് 4 ഇഞ്ച് ഷോൾഡറിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ഇതാണ് ഫോൾഡ് ഭാഗം. ഇവിടെ നിന്ന് ഷോൾഡർ എന്ന് പറയുന്ന ഇതാണ്. ഇതിലേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ മുകളിൽ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 എന്ന് പറയുന്നത് നോർമൽ മെഷർമെന്റ്സിൽ വരുന്നതാണ്. അബ്നോർമൽ മെഷർമെന്റ്സിൽ 4.5, പിന്നെയും വണ്ണം കൂടുകയാണെങ്കിൽ 5 അങ്ങനെ വരും. അതിനനുസരിച്ച് അവരുടെ ഷോൾഡറും വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് വണ്ണം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് നോർമൽ മെഷർമെന്റ്സ് ആയതിനാൽ 4 ഇഞ്ച് മതിയാവും. അപ്പോൾ ഫോൾഡ് ഭാഗത്ത് മുകളിൽ നിന്ന് ഷോൾഡറിലേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇത് നോർമൽ ഹൈറ്റ് വരുന്നവർക്കാണ് 10 അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത്. ഹൈറ്റ് കുറവുള്ളവർക്ക് 9 മുതൽ 10 അളവുകൾ വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് 10.5, 11 വരെയൊക്കെ പോകാറുണ്ട്. അത് ഓരോരുത്തരുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഇതിപ്പോൾ നോർമൽ മെഷർമെന്റിൽ വരുന്നതായതിനാൽ ഇവിടെ നിന്ന് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് 8 ഇഞ്ച് നീളത്തിൽ ഒരു വര വരച്ച് ഈ നീളത്തിലുള്ള ടക്ക് തയ്ക്കുക. അതായത് ഇവിടെ നിന്ന് താഴേക്ക് 8 ഇഞ്ച് നീളത്തിലുള്ള ഒരു വര വരച്ച് അത്രയും നീളത്തിലുള്ള ഒരു ടക്ക് തയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് താഴേക്ക് 8 ഇഞ്ച് എടുക്കുക. ഈ 8 ഇഞ്ചും വരയ്ക്കുന്നില്ല, പോയിന്റ് ചെയ്യുന്നുള്ളൂ. എന്തിനാണ് അതൊന്ന് പറഞ്ഞു തരാം. അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും ഇടയിൽ നമ്മൾ ഈ മുകളിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ 4 തന്നെ ഉണ്ടോ എന്ന് കൃത്യമാക്കിയതിനു ശേഷം മാത്രം കൂട്ടി വരയ്ക്കാൻ പാടുള്ളൂ. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നോക്കുക, ഇവിടെയും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെയാണ് വരയ്ക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഒരു വര വന്നിരുന്നേനെ. അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കൃത്യമായി മെഷർ ചെയ്തതിന് ശേഷം മാത്രം ഈ 8 ഇഞ്ച് നീളത്തിലുള്ള വര വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് വരച്ചിടാം. അതായത് ഫോൾഡ് ഭാഗത്ത് നിന്ന് ലൈനിങ്ങിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി, അവിടെ നിന്ന് താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തി. കൂട്ടി വരയ്ക്കുന്നില്ല. ഇതൊന്നും ഇവിടെ വരേണ്ട ആവശ്യവുമില്ല. ഇവിടെ നിന്ന് താഴേക്ക് 10 ഇഞ്ച് എടുത്തു, അവിടെ നിന്ന് താഴേക്ക് 8 ഇഞ്ച് എടുത്തു. എടുത്തതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള ഈ 4 ഇഞ്ച് തന്നെയാണോ ഇതും എന്ന് നോക്കിയതിന് ശേഷം മാത്രം, കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കൂട്ടി വരയ്ക്കുക. ഇനി നമുക്ക് ഇത് അപ്പുറത്തെ ഭാഗത്തേക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ചോക്ക് പാഡ് ഈസിയായി അപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്നതിനുള്ള എളുപ്പവഴി ഒന്ന്, ഈ 2 ഭാഗത്തും വലിയ സൂചി ഉണ്ടെങ്കിൽ അത് തറച്ച് കുറച്ച് ഭാഗം ഇറക്കുക. അപ്പോഴേക്കും അടിയിൽ ചെറിയൊരു ഹോൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. ആ 2 ഹോളും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇതല്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ പോയിന്റുകളിൽ ചേർത്ത് വയ്ക്കുക. പോയിന്റുകളിൽ ചേർത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ മുകളിലെ പോയിന്റും പ്രധാനമാണ്. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ താഴെ ആ ഭാഗത്ത് അടയാളം വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം. കൃത്യമായി ഇവിടെയും മാർക്ക് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. 2 രീതിയിലും ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചുരിദാറിന്റെ അധിക ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കുന്നത്. ഇനി നമുക്കിതിനെ പഴയതുപോലെ തന്നെ ബാക്ക് പീസിലേക്ക് ലൈനിങ് ചേർത്ത് മടക്കി വെക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ ചെയ്തതിന് ശേഷം ന്യൂസ് പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ കൂടി ആവർത്തിച്ച് ചെയ്യുക. ചുരിദാർ കട്ടിങ്ങിന്റെ അടുത്ത പാർട്ടായ, അതായത് അവസാന പാർട്ടായ നെക്ക് കട്ടിങ്ങുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.